വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിന്റെ മീതെ നടക്കുന്നവൻ അതറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവരെ കൊന്നു. നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്, ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചിട്ടില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസേയരും കോപാകുലരായി പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു. പ്രവാചകൻ ദൈവജനത്തിനിടയിലുള്ള ദൈവത്തിന്റെ വക്താവ്. മനുഷ്യരുടെ ഇടയിലുള്ള ദൈവത്തിന്റെ വക്താവ് ആണല്ലോ ഒരു പ്രവാചകൻ. ഒരു പ്രവാചകൻ എന്ന നിലയിൽ സത്യം തന്നെയായ ദൈവത്തിനോട് 100% കൂറു പുലർത്തുന്നവനും, എന്നാൽ അതേസമയം തന്നെ ജനങ്ങളുടെ ഇടയിൽ സത്യത്തിനോട് വളരെയേറെ പ്രതിബദ്ധതയും അതിനോട് വിശ്വസ്തതയും പുലർത്തേണ്ടവനും കൂടെയാണ് പ്രവാചകൻ എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. യഹൂദ സമൂഹത്തിലെ ഫരീസയരും നിയമപണ്ഡിതരുമായിട്ടുള്ള ഒരു പറ്റം ജനങ്ങളോട് യേശു സംവദിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം. ഈ ഫരീസയരും നിയമപണ്ഡിതരും തങ്ങൾ സമൂഹത്തിന്റെ മേൽത്തട്ടുകാരാണെന്നും സമൂഹത്തിന്റെ മാർഗദർശികളാണെന്നും ജനങ്ങളെ നയിക്കാൻ നിയുക്തരാണെന്നും ഒക്കെ സ്വയമായിട്ട് അവകാശപ്പെടുന്നവരാണ് എന്ന് വരികിലും അവസരം ലഭിക്കുമ്പോഴൊക്കെ അവർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും വഞ്ചിക്കുന്നതിനും മാർഗഭ്രംശം വരുത്തുന്നതിനും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരെ ദുരുപയോഗിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികളാണ് എന്ന യേശുവിന്റെ തിരിച്ചറിവിൽ അവർക്കെതിരായിട്ട് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. യേശു അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ, കപടഭക്തരെ, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ്. നിങ്ങളുടെ കൗശലമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ വഞ്ചിക്കാനും വഴിപിഴപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു. എങ്കിലും നിങ്ങൾ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനീയരും ബഹുമാന്യരുമായിട്ട് നിങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്യുന്നു. ഇത് കപട്യമാണ്, വഞ്ചനയാണ് എന്ന രീതിയിൽ യേശു നടത്തിയ പ്രതികരണത്തിനോട് സ്വാഭാവികമായിട്ട് തീർത്തും അമർഷവും എതിർപ്പും അപ്രീതിയും ജനിക്കാനിടവന്ന ആ ഫരീസയരും നിയമപണ്ഡിതരിലും പെട്ട ചിലർ യേശുവിനോടായിട്ട് ചെറിയൊരു താക്കീതിന്റെ സ്വരത്തിൽ തന്നെ സംസാരിക്കുകയാണ്. ഈ തരത്തിൽ
നീ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരെയും അപച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് ശരിയായിട്ടുള്ള രീതിയല്ല എന്നൊരു താക്കീതിന്റെ സ്വരം യേശുവിന്റെ മുമ്പിൽ ഉയർന്നു വന്നപ്പോ യേശുവിലുള്ള പ്രവാചകൻ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഒരു തരത്തിലും അവരുടെ ഭീഷണികൾക്കും അവരുടെ താക്കീതിനും വഴിപ്പെടാതെ അതിശക്തമായ രീതിയിൽ അവരെ നേരിടുന്ന യേശുവിലുള്ള പ്രവാചകനെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക നമ്മുടെ മുമ്പിൽ തനതായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ അവതരണത്തിലൂടെ യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിലെ പൊങ്ങിവരുന്ന അനീതികള്, അസമാധാനം, അസത്യം, ഈ വഴിപഴച്ച മാർഗങ്ങൾക്ക് എതിരായിട്ട് അവസരോചിതമായ രീതിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഇടവരണം നിങ്ങൾ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടുകൂടെ ആ പ്രവാചകന്റെ ശബ്ദം നമ്മളിൽ നിന്ന് മുഴങ്ങുമ്പോ ഒരു തരത്തിലും നമ്മുടെ ഉള്ള അനീതിക്ക്, അതിക്രമത്തിന്, ചൂഷണത്തിന്, അസത്യത്തിന് കൂട്ടുനിൽക്കാൻ ഇടവരരുത് എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാനും ഇന്നത്തെ സുവിശേഷം ഉന്നം വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം.